ഇപ്പോൾ 20-20-20 റൂൾസ് ഉണ്ട്. 20-20-20 റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 20 മിനിറ്റ്സ് കണ്ടിന്യൂസ് സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ്സ് എങ്കിലും 20 ഫീറ്റ് ദൂരത്തേക്ക് നോക്കിയിരിക്കും. നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ണട വെക്കുന്നവരെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിംഗ് ഫേസിൽ നമുക്ക് ആയുർവേദത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ മെഡിസിൻസും അതേപോലെ തന്നെ IP ലെവലിലെ ട്രീറ്റ്മെൻറ്റ്സും കൊണ്ട് ഫർദർ പ്രോഗ്രഷൻ ചെയ്യാതെ അത് സ്റ്റേബിളാക്കി കൊണ്ടുപോകാനും വളരെയധികം അത് ഇമ്പ്രൂവ്മെൻ്റ് ലെവലിലേക്ക് തന്നെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പറ്റാറുണ്ട്. കണ്ണൂർ ജീവനം ഹോസ്പിറ്റലിലെ IND സ്പെഷ്യലിസ്റ്റിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു ആദ്യത്തെ ചിന്ത ആയുർവേദ ഡോക്ടർ എല്ലാ വിഷയങ്ങളെയും പൊതുവായി സമീപിക്കുന്ന, നമുക്ക് പെട്ടെന്ന് വാതരോഗങ്ങളുമായിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലുന്ന ഒരു ഡോക്ടർ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. വളരെ ആഴത്തിൽ ഓരോ ഏരിയയെയും പഠിച്ചിട്ടുള്ള, ഇപ്പോൾ അങ്ങാവുമ്പോൾ കണ്ണുകളെക്കുറിച്ചും ENT രോഗങ്ങളെക്കുറിച്ചും വിശദമായി പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് ഈ ആയുർവേദത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ, അങ്ങയുടെ ഒരു മേഖല അതൊന്ന് പരിചയപ്പെടുത്താവോ? അത് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ആയുർവേദം ഒരു ജനറലായിട്ടുള്ള എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്ന ഒരു പ്രാക്ടീഷണർ എന്നുള്ള രീതിയിലാണ് ആയുർവേദ ഒരു ഡോക്ടറെ കാണുന്നത്. പക്ഷേ ജനറൽ പബ്ലിക്കിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രം ഇതിൽ അക്കാദമിക്കൽ രംഗം നോക്കുകയാണെങ്കിൽ മോഡേൺ മെഡിസിൻ ഉള്ള പോലെ തന്നെ എല്ലാ സ്പെഷ്യലൈസേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയൊക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. അതായത് ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ നമുക്കറിയാം സർജറി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, ENT, അതേപോലെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്. അപ്പോൾ അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ടെല്ലാം ഈ പറഞ്ഞ ബ്രാഞ്ചുകളിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടാകുകയും ആ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ മേഖലയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സും ഉള്ള ഒരു ഇത് തന്നെയാണ്, ഒരു വൈദ്യശാസ്ത്ര മേഖല തന്നെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. പക്ഷേ ജനറലി അത് അറിയാത്തതിൻ്റെ കാരണം പബ്ലിക്കിൽ ഒരു നോർമൽ ഒരു ഇതിൽ അതങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. അക്കാദമിക് രംഗത്താണ് ആക്ച്വലി സ്പെഷ്യലൈസേഷൻ ഇപ്പം പ്രിവലൻ്റ് ആയിട്ടുള്ളത്. നോർമലി ഇപ്പം പുറത്തിപ്പം നമ്മൾ മോഡേൺ മെഡിസിൻ കാണുന്ന മാതിരിയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയുർവേദത്തിൽ അത്രയും വ്യാപകമല്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കാരണം. പക്ഷേ കോളേജ് തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് ഡോക്ടേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് മേഖലകളിലും മറ്റേ ഗവൺമെൻറ് മേഖലകളിൽ ഇപ്പോൾ വളരെയധികം വരുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എല്ലാ സ്പെഷ്യലൈസേഷനും ഉണ്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ അത് ഇനിയും അത് അവയർനെസ് വരേണ്ടതുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങയുടെ ഒരു ഏരിയ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ശാലാക്യതന്ത്രം. ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്ന ടേം എന്ന് പറയുന്നത് ശാലാക്യതന്ത്രം എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ഈ കഴുത്തിന് മുകളിലുള്ള ഏരിയാസ് മൊത്തം വരും. അതായത് ഓഫ്താൽമോളജി, ENT, ഇപ്പോൾ കോളർ ബോണിന് മുകളിലുള്ള ഏരിയാസ് വരും. ഇപ്പോൾ കണ്ണ്, മൂക്ക്, അതുപോലെ ഈ ത്രോട്ട്, ചെവി, ഈ ഭാഗങ്ങളൊക്കെ ഉള്ള രോഗങ്ങളെ കുറിച്ചിട്ട് ചികിത്സിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്ര മേഖലയാണ്. അത് ആയുർവേദത്തിലെ ഒരു ബ്രാഞ്ചാണ് ശാലാക്യതന്ത്രം. അതിൽ മോഡേൺ മെഡിസിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ്താൽമോളജിയും ENTയും ഒരുമിച്ച് കൈകാര്യം ചെയ്യും ഈ ഒരു ബ്രാഞ്ചിൽ. മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ഓഫ്താൽമോളജി വേറെ, ENT വേറെയാണ്. അപ്പോൾ ഇവിടെ രണ്ടും ഒരുമിച്ച് ഈ ഒരു ബ്രാഞ്ചിൽ വരും. അതോടൊപ്പം തന്നെ തലവേദന, നമ്മുടെ ഹെഡേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ആയുർവേദത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ആയുർവേദത്തിൽ നമ്മൾ അഷ്ടാംഗങ്ങൾ എന്നൊക്കെ പറയും, 8 ബ്രാഞ്ചസ്. അതിലൊരു ബ്രാഞ്ചാണ് ശാലാക്യതന്ത്രം എന്നുള്ളത്. അപ്പോൾ ശാലാക്യതന്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MD ഡിഗ്രി എടുത്ത് ശേഷം ഇപ്പം കോളേജ് തലത്തിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, അക്കാദമിക് രംഗത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടീഷണറായിട്ടും ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ കഴിഞ്ഞൊരു 20-25 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഡോക്ടർ, ഞാൻ രാവിലെ ജീവനത്തിൽ വെറുതെ ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഞങ്ങൾ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ണുകളിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു 9 വയസ്സുകാരൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടികളിലെ കണ്ണിൻ്റെ ആരോഗ്യമാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ്റെ ക്ലാസ്സിലൊക്കെ നോക്കിയാൽ തന്നെ കണ്ണട വയ്ക്കാത്ത കുട്ടികൾ ഒരു പകുതിയോളം കുട്ടികൾക്ക് കണ്ണടയുണ്ട്. പ്രധാനമായിട്ടും ഷോർട്ട് സൈറ്റ് ആണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ പല ആശങ്കകളുണ്ട്, ഇനി സ്ക്രീൻ ടൈം കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കുട്ടികളിൽ ഷോർട്ട് സൈറ്റ് കൂടുകയാണോ എന്നൊക്കെ. എന്താശങ്കയുമായിട്ടാണ് കുട്ടികൾ പ്രധാനമായിട്ടും ഡോക്ടറെ അടുത്തേക്ക് വരാറുള്ളത്? കുട്ടികളിൽ അങ്ങനെ ഒരു മാറ്റം കാണുന്നു എന്ന് തോന്നുന്നുണ്ടോ? കുട്ടികളിൽ തീർച്ചയായിട്ടും അങ്ങനെ മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് ടൈമിന് ശേഷം അത് വളരെ വ്യാപകമായിട്ടുണ്ട്. കോവിഡിൻ്റെ നമുക്കറിയാമല്ലോ, ഒരു പോസ്റ്റ് കോവിഡ് ഫേസ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ കോവിഡ് എല്ലാം ഓൺലൈൻ
രീതിയിലായിരുന്നല്ലോ മാറിയത്. അപ്പം ഈവൻ സ്കൂൾ എഡ്യൂക്കേഷൻ പോലും ത്രൂ സ്ക്രീനിലൂടെ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഷോർട്ട് സൈറ്റ്, ഇപ്പം പറഞ്ഞ മാതിരി ഷോർട്ട് സൈറ്റും മറ്റുള്ള കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കണ്ണിപ്പം നമ്മളെ മൊത്തം 4 സ്പെഷ്യൽ സെൻസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കണ്ണെന്ന് പറയുന്നത്. നമ്മൾ തന്നെ പറയുന്നത് സർവേന്ദ്രിയാണം നയനം പ്രധാനം എന്നാണ് പറയുന്നത് സംസ്കൃതത്തിൽ തന്നെ. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഈ കണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ക്രീനിൻ്റെ ഒരു അമിതമായ ഉപയോഗം ഇതിൻ്റെ ഒരു കാരണമാണ്. അത് ഒറ്റ കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരോടും നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കണ്ണിൻ്റെ പ്രശ്നം വരുന്നതെന്ന് പറയുന്നതും തെറ്റാണ്. അതല്ലാതെ തന്നെ കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾക്കിപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പം ഈ മൊബൈൽ എന്നുള്ള കാര്യങ്ങളൊന്നും, ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. പക്ഷേ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, വളരെ ജുഡീഷ്യസായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് അല്ലാതെ തന്നെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതായത് വളരെ വൾണറബിളായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവർ എപ്പോഴും ഷോർട്ട് സൈറ്റ് വരാൻ സാധ്യതയുള്ള കുട്ടികൾ കുറേ പേരുണ്ട്. അവരുടെ ഐബോളിൻ്റെ പ്രത്യേകതകൾക്കൊക്കെ കൊണ്ട് ഷോർട്ട് സൈറ്റ് വരാൻ സാധ്യതയില്ല. അവർക്ക് ഈ സ്ക്രീനിൻ്റെ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാധ്യതകളുണ്ട്. അതേപോലെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡോർ ആയിട്ടാണ് കൂടുതൽ കുട്ടികളുള്ളത്. ഇപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അപ്പം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് കളിക്കുക എന്നാൽ ഇപ്പോൾ ഇതൊക്കെ വളരെ കുറഞ്ഞല്ലോ. ഇപ്പം നേരെ വീട്ടിനകത്ത് ഇൻഡോർ ഗെയിംസും അതെ 4 ചുമരുകൾക്കുള്ളിൽ കൺഫൈൻഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറവാണ്. ഇപ്പോൾ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തിരിക്കുക, തിരിച്ച് സ്കൂൾ ബസ്സിലാണ് തിരിച്ച് വരുന്നത്, തിരിച്ച് വന്ന് നേരെ വീട്ടിനകത്തിരിക്കുക, വീട്ടിൽ കൺഫൈൻഡായി നിൽക്കുക. അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ കുറയുന്നൊരു കാരണം, അതിപ്പം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. അതേപോലെ ഈ തരത്തിലുള്ള സ്ക്രീനിൻ്റെ ഉപയോഗം, വളരെയധികം സ്ക്രീനിൻ്റെ ഉപയോഗം കൂടുന്നതുകൊണ്ട് ഇതൊക്കെ ഒരു കാരണം. പിന്നെ ഫുഡ് ഹാബിറ്റ്സിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലെ നമ്മുടെ ഒരു കൺവെൻഷണൽ ഫുഡ് സ്റ്റൈലൊക്കെ മാറി. ഇപ്പം ഒരു ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും മറ്റുള്ള ഇതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഡൈജഷൻ കറക്റ്റ് ആവില്ല. അതേപോലെ ഫുഡ് കഴിക്കേണ്ട സമയത്തല്ലേ കഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സാധാരണ പറയുന്ന ഈറ്റിംഗ് ഫോർ ദ സ്റ്റൊമക്ക് എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഈറ്റിംഗ് ഫോർ ദ പാലറ്റ് എന്നുള്ളത്, നമ്മൾ വായൊക്കെ രുചിക്ക് വേണ്ടിയാണ് കഴിക്കുന്നത്, പ്ലഷർ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് ഈ കുട്ടികളിൽ തന്നെ അത് വളരെയധികം വ്യാപകമായിട്ടുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അത് ചികിത്സ എന്നുള്ളത് മാത്രമല്ല, കുട്ടികളെ എങ്ങനെ നമ്മൾ ഈ ബോധവൽക്കരണം ചെയ്യുക, മെഡിക്കലി ഉള്ള സൊല്യൂഷൻ അല്ലാതെ ഇത്തരത്തിലുള്ള കണ്ണിൻ്റെ അസുഖം വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിനൊക്കെ നമ്മൾ കറക്റ്റ് ഒരു പോംപ്ലെറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവരതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും കൂടി നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർ, അതിലേക്ക് നമ്മൾ വരുമ്പോഴേ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഒരു പാരൻസ് ശ്രദ്ധിക്കേണ്ട, ചിലപ്പോൾ ഏറെ വൈകിയായിരിക്കും നമ്മൾ അറിയുന്നത് കുഞ്ഞിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. ചിലപ്പോൾ അവൻ അത് കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇനി പഠനത്തെയൊക്കെ വല്ലാതെ ബാധിക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത്, അയ്യോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഏർലി ഐഡൻറ്റിഫിക്കേഷന് കുട്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്തോ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടല്ലോ, ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണഗതിയിൽ ഈ ഷോർട്ട് സൈറ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് സ്കൂൾസിലെ ടീച്ചേഴ്സാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ നോർമലി ഈ ഷഫിൾ ചെയ്യുമല്ലോ, ഇപ്പം ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് അങ്ങനെ ഒരു പൊസിഷൻ ഷഫിൾ ചെയ്യുന്ന സമയത്ത് അവർ പിൻഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ കാഴ്ച, ബോർഡിൽ എഴുതിയ കാര്യങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥയും, അതേപോലെ അവരുടെ റൈറ്റിങ്സ് നോട്ട്സൊക്കെ എഴുതുന്ന സമയത്ത് അതിൽ മിസ്റ്റേക്സ് കാണുക. അപ്പോൾ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് മിസ്റ്റേക്സ് പോകുമ്പോൾ അപ്പോഴാണ് ഇവർ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലായാൽ പേരൻസ് പറയുന്നത് ടീച്ചേഴ്സാണിത് പറയുന്നത്. അതായത് പിൻബെഞ്ചിലിരിക്കുന്ന സമയത്ത് കാണുന്നില്ല, അതുപോലെ ഹാൻഡ് റൈറ്റിങ് മോശമാകുന്നു, അവർ പല കാര്യങ്ങൾ എഴുതിയെടുക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ടീച്ചേഴ്സ് പറയുമ്പോഴാണ് ഇത് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഷോർട്ട് സൈറ്റ് ഇപ്പം പറഞ്ഞല്ലോ, ഷോർട്ട് സൈറ്റ് മയോപ്പിയ എന്ന് പറയുന്നതാണ് ടെക്നിക്കൽ ടേം, സയൻറ്റിഫിക് ടേം മയോപ്പിയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ദൂരെയുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ അതാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നതാണ്. കാഴ്ചക്കുറവ് എന്നുള്ളത് തന്നെയാണ് ലക്ഷണം, ഡിസ്റ്റൻറ്റ് വിഷൻ്റെ ബുദ്ധിമുട്ട് വരിക. നമ്പർ 2, ഈ തരത്തിലുള്ള സ്ട്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് തലവേദന വരിക, കണ്ണിന് വെള്ളം വരിക, മൂന്നാമത് കണ്ണിന് വെള്ളം വരുന്ന പ്രശ്നങ്ങൾ, കണ്ണിന് ഭാരം വരിക, കണ്ണിന് ചൊറിച്ചിൽ പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു കണ്ണ് മാത്രം എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. 2 കണ്ണ് എഫക്റ്റ് ചെയ്യാതെ ഒരു കണ്ണ് മാത്രം എഫക്റ്റ് ചെയ്യുമ്പോൾ മറ്റേ കണ്ണിന് ഓവറായിട്ടുള്ള സ്ട്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങൾ വരാം. ചില ആൾക്കാരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ, ഒരു കണ്ണിന് മാത്രം പ്രശ്നം വരികയും ഒരു കണ്ണ് നോർമലും ആകുമ്പോൾ കാഴ്ച കുറവായിട്ട് വരണമെന്നില്ല. അത് 2 കണ്ണും നോക്കുമ്പോൾ നോർമലായിരിക്കും.
പക്ഷേ ഒരു കണ്ണിന് ഓവർ സ്ട്രെയിൻ കൊണ്ടുവരുമ്പോൾ ഈ തലവേദന, കണ്ണിന്ന് വെള്ളം വരിക, ഇങ്ങനെയുള്ള മറ്റ് ലക്ഷണങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ കാഴ്ചക്കുറവായിട്ട് തന്നെ വരാം. അപ്പോൾ ഈ മറ്റ് ലക്ഷണങ്ങളായിട്ട് വരുന്നവർ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് നമ്മൾ വിഷൻ ചെക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കണ്ണിന് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് തരത്തിലുള്ള ചികിത്സകൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലും ഇതിൻ്റെ പ്രസൻറ്റേഷൻ, ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് വരാം. ഡോക്ടർ, എൻ്റെ ഒരു അറിവ് ഇത്തരത്തിലൊരു ഷോർട്ട് സൈറ്റ് ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കണ്ണട ഉപയോഗിക്കുക, അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലെൻസിൻ്റെ പവർ കൂട്ടുക എന്നുള്ളതാണ്. ആയുർവേദം എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്നത്? കണ്ണട കൊടുക്കുക എന്നുള്ളത് തന്നെയാണോ നമ്മുടെയും? കണ്ണട എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമല്ല, കണ്ണട നല്ല കാര്യമാണ്. ഇപ്പോൾ കണ്ണട നമുക്ക് വെക്കുമ്പോൾ നമുക്കറിയാം ഇമ്മീഡിയറ്റ് ആയിട്ട് കാഴ്ച നമുക്ക് കിട്ടുകയാണ്. പക്ഷേ കണ്ണട എന്ന് പറയുന്നത് എസ് പറയുകയാണെങ്കിൽ അതൊരു സപ്പോർട്ടിങ് ഡിവൈസ് ആണ്. അതിപ്പോൾ ഒരു സപ്പോർട്ടിങ് ഡിവൈസ് ആയിട്ട് നമ്മൾക്കത് തോന്നാത്തെന്ന് വെച്ചാൽ അതൊരു പ്രസൻറ്റേഷൻ അപ്പിയറൻസിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇപ്പം കണ്ണട വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും, കണ്ണിന് പ്രശ്നമില്ലാത്തവർ പോലും അവരുടെ അപ്പിയറൻസിന് വേണ്ടി കണ്ണട വെക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഹിയറിംഗ് എയ്ഡ് വെക്കുന്നുണ്ടല്ലോ, ഹിയറിംഗ് എയ്ഡ് വെക്കാൻ ആർക്കും താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഹിയറിംഗ് എയ്ഡിൻ്റെ അതേ പെർസ്പെക്റ്റീവ് തന്നെയാണ് ഈ കണ്ണട വരുന്നത്. അപ്പോൾ അതൊരു ചികിത്സയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ഒരു കണ്ണട വെക്കുക അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ലല്ലോ. അതായത് അതിനകത്തുള്ള പ്രോബ്ലംസ് ഫിക്സ് ചെയ്യുന്നില്ല. ഇപ്പം കണ്ണിനകത്ത് എന്തുകൊണ്ടാണ് ഈ കാഴ്ചക്കുറവ് വരുന്നത് എന്നുള്ളതിൻ്റെ പ്രോബ്ലംസ് സ്ട്രക്ചറലിയോ ഫങ്ഷണലിയോ അത് ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. അതിന് പകരം പുറത്ത് നമ്മളൊരു സപ്പോർട്ടിങ് ഡിവൈസ് വെക്കുക, അതുമായി ജീവിക്കാൻ സപ്പോർട്ട് ചെയ്യാണ്. ഡെഫിനറ്റ്ലി അത് ഇമ്മീഡിയറ്റ്ലി ആയിട്ടൊരു ക്യൂർ തന്നെയാണ്. പക്ഷേ ഇതിന് പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് കണ്ണടയുടെ പവറിങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്നല്ലാതെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ണട വെക്കുന്നവരെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇറേഴ്സൊക്കെ വരുന്ന ഇപ്പോൾ മയോപ്പിയുടെയൊക്കെ ചെറിയ പവേഴ്സിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. വളരെ ഹൈ മയോപ്പിക്കൊക്കെ ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനും ഫർദർ പ്രോഗ്രഷന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാറുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പ്രോബ്ലംസിൻ്റെ ഏരിയ എന്താണെന്ന് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കണ്ണടയും ഇതും തമ്മിലുള്ള വ്യത്യസ്തം. അപ്പം നമുക്കതിനൊരു മാനേജ്മെൻറ്റ്, ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആക്ച്വലി ഒരു ഷോർട്ട് സൈറ്റ് നമ്മൾ ആയുർവേദം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലൂടെ പേഷ്യൻ്റ് കടന്നു പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കലി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാറുണ്ട് എന്നാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ജീവിതത്തിൽ തന്നെ ഇഷ്ടംപോലെ പേഷ്യൻസ് വരാറുണ്ട്, ഷോർട്ട് സൈറ്റിൻ്റെ പേഷ്യൻസ് ഇഷ്ടംപോലെ വരാറുണ്ട്. അവർ ഓൺലി ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പ്രീ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് പേഷ്യൻസ് ഉണ്ടാവണം, ഇപ്പം ക്ഷമ വേണം. ഇപ്പം ഒരു ഓവർനൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ല നമ്മളിപ്പം വരുന്നത്. ഇപ്പം ഒരു 1 വീക്ക് 2 വീക്സ് മെഡിസിൻസ് കഴിക്കുകയും പിന്നെ നെക്സ്റ്റ് വീക്കിൽ കറക്റ്റ് ചെയ്യും, അങ്ങനെയുള്ള രീതിയിൽ ട്രീറ്റ്മെൻ്റ് അല്ല. ഒരു കണ്ടിന്യൂസ് അതുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടും. അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, നമ്മൾ കണ്ണട ഒഴിവാക്കാൻ പറ്റിയ തന്നെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഇത് പറയുമ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, അയ്യോ ഇനി ഞാൻ ഒരു ലൈഫ് ലോങ് ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമോ? എത്ര നാളുണ്ടാവില്ല? ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ജീവനത്തിൽ തന്നെ ഒരു പ്രോട്ടോകോൾ ഇപ്പം ഫിക്സ് ചെയ്യാൻ ഒരു അറൗണ്ട് 1 ഇയർ 1 ഇയറിനകത്തൊരു 3-4 അഡ്മിഷൻ വേണ്ടി വരും. അഡ്മിഷൻ വേണ്ട. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സെഗ്മെൻറ്റ്സ് ആണ് അതിലുള്ളത് പ്രോട്ടോക്കോളിൽ. ഒന്നാമതാണ് ഇൻറ്റേർണൽ മെഡിസിൻസ്, 2-3 ഇൻറ്റേർണൽ മെഡിസിൻസ് അകത്തെ കഴിക്കാനുണ്ട്. പിന്നെ അത് രോഗത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് മെഡിസിൻസ് മാറും. ചില പർട്ടിക്കുലർ ചിലപ്പോൾ ഐ ഡ്രോപ്സ് ഉണ്ടാകും ചില ആൾക്കാർക്ക് ഐ ഡ്രോപ്സ് ഉണ്ടാകത്തില്ല. അതേപോലെ മൂക്കിൽ ഒട്ടിക്കുന്ന മരുന്ന്, ഇങ്ങനെ ഒ പി രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. അവർക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. സെക്കൻഡായിട്ട് നമ്മൾ IP മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കണ്ണിനകത്ത് നെയ്യ് ഒഴിക്കുക. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാൻ മനസ്സിലായി. അതായത് തർപ്പണം എന്നൊക്കെ പറയും. കണ്ണിനകത്ത് ഇങ്ങനെ ഒരു ബൗണ്ടറി കെട്ടിയിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് ഒരു റിപ്പീറ്റഡ് കോഴ്സസ് ചെയ്യുക. അത് IP ആയിട്ട് തന്നെ ചെയ്യണം. ഒരു 7 days ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട്, അതും ഈ രോഗത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് ചിലപ്പം 7 days എന്നുള്ളത് ചിലപ്പം കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. തർപ്പണത്തിൻ്റെ കൂടെ തന്നെ വേറെ ചില ട്രീറ്റ്മെൻറ്റ്സും കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ഡെഫിനറ്റ് ഇൻ്റർവെൽസിൽ ഇപ്പോൾ നോർമലി നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും വെക്കേഷനിൽ തന്നെ അത് കറക്റ്റ് ഒരു ഷെഡ്യൂൾ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു 3-4 കോഴ്സ്, ഇപ്പോൾ ഒരു 12 months സ്പാനിൽ ഒരു 3-4 തവണകളായിട്ട് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് കണ്ണുകൾക്ക് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യും. ഐ എക്സസൈസ് പലതരത്തിലുള്ള ഐ എക്സസൈസ് ഉണ്ട്. അത് നമ്മൾ 2-3 എക്സസൈസ് പറയാറുണ്ട്. ഒന്ന് നമ്മൾ ബോൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. കണ്ണിൻ്റെ സൈഡ് വേസ് മൂവ്മെൻറ്റ്സും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ്. അപ്പോൾ അത് കറക്റ്റായിട്ടൊരു 90 ഡിഗ്രിയോളം 2 ഭാഗത്തേക്ക് നോക്കുകയും 50-70 ഡിഗ്രി മുകളിലേക്കും താഴേക്കും നോക്കുക. അപ്പോൾ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് വെർട്ടിക്കലി ബൗൺസ് ചെയ്തിട്ട് ആ മൂവ്മെൻറ്റ്സിനെ നോക്കിക്കൊണ്ട് ചെയ്യുക. പിന്നെ ഹെഡ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കണ്ണ് മാറി ചലിപ്പിച്ചുകൊണ്ട് ബോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക. ഈ കയ്യിൽ നിന്ന് ബോൾ ഇങ്ങോട്ടങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഐ എക്സസൈസ്.
അപ്പോൾ ഈ എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് എക്സസൈസിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ടൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ 2 ദിവസം ചെയ്യുക പിന്നെ സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ കാര്യമില്ല. അപ്പോൾ അതും നമ്മൾ പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്യും. പേഷ്യൻസിനെ മാത്രമല്ല, കുട്ടികളാണെങ്കിൽ പേരൻസിനോട് പറയും. അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ, കുട്ടികളെ നമ്മൾ നിർബന്ധിക്കാതെ കുട്ടികൾ തന്നെ അവരുടെ മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന കാര്യമാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് നമ്മൾ ഫുഡിലും ആക്ടിവിറ്റീസിലുള്ള റെഗുലറൈസേഷൻ. അപ്പോൾ ഫുഡ് കണ്ണിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് നോർമലി എല്ലാ പബ്ലിക്കിന് തന്നെ അറിയാം. ഇപ്പം ലീഫി വെജിറ്റബിൾസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ദഹിക്കാനുള്ള ഒരിത് നമ്മുടെ ഗട്ടിനുണ്ടോ നോക്കണം. അപ്പം ദഹനശക്തിക്ക് അനുസരിച്ചിട്ട് ഈ വെജിറ്റബിൾസ് മറ്റേ കാര്യങ്ങളൊക്കെ കഴിക്കുക. അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂട്ടുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ ഒന്ന് ടിവിയോ ഇവർ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അതിപ്പോൾ വളരെ തെറ്റായ കാര്യമാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം തന്നെ ചെറിയ കുട്ടികൾ പോലും നമുക്കറിയാം, അമ്മമാർ എങ്ങനെയെങ്കിലും ഫീഡിങ് കൊടുക്കാൻ വേണ്ടി മൊബൈൽ കാണിച്ചു കൊടുക്കുന്നത്. അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് കുട്ടി അതുമായിട്ടൊരു അഡ്ജസ്റ്റ് ആയിട്ട് പോകും. പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും, തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങൾ, അത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ദഹനം കറക്റ്റ് നടക്കത്തില്ല. അത് നമ്മൾ മൈൻഡിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ മൈൻഡിന് ഒരേ സമയത്ത് ഒരു കാര്യത്തിന് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം ഫോക്കസ് ചെയ്യുമ്പോൾ, മൈൻഡ് ഫോക്കസ് ചെയ്യുമ്പോൾ സെയിം രീതിയിൽ 2 കാര്യങ്ങൾ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതുമാത്രം നമ്മൾ അറിയാതെ നമ്മൾ വർഷം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡും മറ്റേ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്, പാക്ഡ് ഫുഡ്സൊക്കെ ആണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ എക്സസൈസ്, മെഡിസിൻസ്, ഇതേത്തെ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ക്ഷമയോട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ആ ഒരു ഷോർട്ട് സൈറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ്ലി വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഡോക്ടർ, ഇത് പറയുമ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയം, ഡോക്ടറിൻ്റെ ഒരു മെൻറ്റർഷിപ്പിൽ തന്നെ കൃത്യമായിട്ട് അങ്ങ് പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു, എനിക്കിതിൽ നിന്ന് ഒരു ഫലം ഉണ്ടായി, മാറി, എനിക്കിപ്പോൾ കണ്ണട ഉപയോഗിക്കാതെ തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട് എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. പക്ഷേ ഇതിന് തിരിച്ചു പോവുമോ? ഇത് തിരികെ വരുമോ? തിരിച്ചു പോകുമ്പോൾ അതാണ് 2 കാര്യം. നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻസ് നിർത്തും, ട്രീറ്റ്മെൻറ്റ് നിർത്തും. പക്ഷേ പ്രിഫറബിളി ഐ എക്സസൈസും മറ്റുള്ള ഫുഡ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇപ്പം 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മുടെ സൂപ്പർവിഷനിൽ ചെയ്യേണ്ടത്. ഒന്ന് ഇൻറ്റേർണൽ മെഡിസിൻസും IP മാനേജ്മെൻറ്റും. അതാണ് പേഷ്യൻ്റ് വന്ന് ഹോസ്പിറ്റൽ കണക്റ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. മറ്റ് 2 കാര്യങ്ങൾ ഹോസ്പിറ്റൽ കണക്റ്റഡ് അല്ല, അത് വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഫുഡിൻ്റെയും മറ്റേ ആക്ടിവിറ്റീസിൻ്റെയും കറക്ഷൻ കണ്ണിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാത്ത, കാഴ്ചക്കുറവില്ലാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയും. ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയും എക്സസൈസും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മാറ്റങ്ങൾ അത് കളയാതെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു വൺസിന് ഇയറൊക്കെ വന്നിട്ട് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക, എന്ന് നോക്കുക, പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പങ്ങളില്ലാതെ പോകാൻ പറ്റാറുണ്ട്. ഇഷ്ടംപോലെ പേഷ്യൻസ് നമുക്ക് ഷോർട്ട് സൈറ്റിന് റിസൾട്ട് കിട്ടുകയും ചില കുട്ടികളൊക്കെ പൂർണ്ണമായും കാഴ്ച തിരിച്ചു കിട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്പെക്ടക്കിൾസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്. അതായത് ചില കുട്ടികൾക്ക് കണ്ണിന് പ്രശ്നമായിട്ട് പഠനം തന്നെ വഴിമുട്ടിയ അവസ്ഥയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർ മാറുകയും പിന്നെ അതിന് എൻജിനീയറിങ് കഴിഞ്ഞ് ഇപ്പം ഇത് ജോലി ചെയ്യുന്ന അവസ്ഥകളുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഡോക്ടർ, അപ്പോഴൊരു സംശയം, എത്ര നേരത്തെ എത്തുന്നോ അത്രത്തോളം വേഗം നമുക്ക് ഫലം കിട്ടും. അത് ഡെഫിനറ്റ്ലി നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും അത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഷോർട്ട് സൈറ്റുകളുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഷോർട്ട് സൈറ്റ്, സിമ്പിൾ മയോപ്പിയ എന്ന് പറയും. സിമ്പിൾ മയോപ്പിയ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ മാത്രമേ അത് പ്രോഗ്രസ് ചെയ്യുള്ളൂ. അതൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ചില ആൾക്കാർ പ്രോഗ്രസീവായിട്ടുള്ള മയോപ്പിയ വരും. പ്രോഗ്രസീവ് മയോപ്പിയ എന്ന് വെച്ചാൽ ഹൈ, ഇപ്പോൾ -5 -6 ആയിട്ട് ഇങ്ങനെ വേഗം പ്രോഗ്രസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പെക്ടക്കിൾസ് കൊണ്ടുപോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് റെറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഈവൻ പ്രോഗ്രസീവ് പിന്നെ വേറൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ മയോപ്പിയ എന്ന് പറയും. അതായത് കൺജനിറ്റലായിട്ട് തന്നെ കുട്ടിക്ക് മയോപ്പിയയുടെ പ്രശ്നങ്ങൾ വരും. ജന്മനാൽ തന്നെ ആ ഒരു ഐബോളിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുഴപ്പങ്ങൾ. അപ്പോൾ അവരൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെയൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് വരുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ. ഒരു റിഡക്ഷൻ മാത്രമല്ല. ഇപ്പോൾ എപ്പോഴും പേഷ്യൻസ് വിചാരിക്കുന്നത് കുറയുക എന്നുള്ളതല്ല. ചില അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും ഫർദർ പ്രോഗ്രഷൻ കറക്റ്റ് ചെയ്യുകയും അത് സ്റ്റാൾ ചെയ്യുകയും ഈ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും വേണ്ടിയിട്ട് അതിന് വലിയൊരു കാര്യമാണ്.
ഡോക്ടർ അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അങ്ങ് പറഞ്ഞു ഈ ഒരു സാധാരണക്കാരും ചെയ്യണം ഈ കണ്ണിൻ്റെ എക്സസൈസും ഫുഡും ഒക്കെ എന്നങ്ങ് പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുറേ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ ഡ്രൈ ഐസ്, അല്ലെങ്കിൽ കണ്ണിൽ ചോപ്പുണ്ടാവുക, ഇച്ചിങ്, അത്തരം പ്രശ്നങ്ങളൊക്കെ. നമ്മളൊരു പക്ഷേ അലർജിയാണ് എന്ന് നിസ്സാരമായി കാണുന്നതായിരിക്കും. അത് പ്രോഗ്രസ് ചെയ്ത് എവിടെ എത്താൻ സാധ്യതയുണ്ട്. അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഡ്രൈ ഐസോ അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദത്തിലേക്ക് വന്നാൽ എന്താണ് അവിടെ അതിനൊരു പ്രതിവിധി? ഈ ഡ്രൈ ഐയെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണുനീറിൻ്റെ പാട ഉണ്ടല്ലോ, കണ്ണുനീർ പാട പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആകുന്നതാണ്, അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ് ഡ്രൈ എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ പാട, കണ്ണുനീർ പാടൊക്കെ 3 അടുക്കുകളായിട്ടാണുള്ളത്. ഏറ്റവും മുകളിൽ ഒരു ഓയിലി ലെയർ ആയിട്ടാണുള്ളത്, ഓയിലി ലെയർ. അതിൻ്റെ മിഡിലാണ് ആക്ച്വലി ടിയർ എന്ന് പറയുന്നത്, അക്വസ് ലെയർ എന്ന് പറയും, മിഡിൽ ലെയർ. ഈ ഇന്നർമോസ്റ്റ് ആണ് മ്യൂക്കസ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലുള്ള ഈ ഓയിലി ലെയറാണ് ഈ മിഡിലായിട്ടുള്ള ടിയറിനെ ഈസി ഇവാപറേറ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ലെയറാണ് ഈ ഓയിലി ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഈ ഓയിലി ലെയറിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും, അവർ ബൈ ബർത്ത് തന്നെ ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഡ്രൈ ഐ ഡെവലപ്പ് ചെയ്യാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, ആ തരത്തിലുള്ള ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കണ്ണുനീർ പാട യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കണം കണ്ണിനകത്ത്. അതൊരു ഫിക്സഡ് ടൈം നമുക്ക് കണ്ണിനകത്ത് നിൽക്കുകയും വേണം. അത് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ കണ്ണിങ്ങനെ അടക്കുന്ന സമയത്താണ്, ബ്ലിങ്കിൻ്റെ സമയത്താണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അത് ഒരു 4 സെക്കൻഡ്സ്, എവരി 4 സെക്കൻഡ്സിൽ നമ്മളൊരു തവണ നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അറിവില്ലാതെ തന്നെ നമ്മൾ നോർമലി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇന്ന മിനിറ്റ് ഒരു 12 to 15 ടൈംസ് നമ്മൾ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ആ സമയത്താണ് കണ്ണുനീർ പാട നമ്മൾ പടരുന്നത്. അപ്പോൾ ഈ ബ്ലിങ്കിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയുന്ന അവസ്ഥയിൽ ഈ ഡ്രൈനസ് വരാം. അതായത് നെക്സ്റ്റ് ബ്ലിങ്കിങ്ങിലാണ് ഈ കണ്ണുനീർ പാട വരുന്നത്. അപ്പോൾ ഈ 4 സെക്കൻഡ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടിയർ ഫിലിം വരണം. നെക്സ്റ്റ് ടിയർ ഫിലിം വരണമെങ്കിൽ നെക്സ്റ്റ് ബ്ലിങ്ക് നടക്കണം. നെക്സ്റ്റ് ബ്ലിങ്ക് നടക്കാതെ 4 സെക്കൻഡ്സ് നടക്കുന്നതിന് പകരം ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഡ്രൈനസ് വരും. അപ്പോൾ അത് കൂടുതലും ഉണ്ടാകുന്നത് ഈ സ്ക്രീൻ ടൈം കൂടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നോർമലി നമ്മൾ സിസ്റ്റം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലിങ്കിങ് ഇപ്പോൾ ഒരു സ്റ്റഡി പറയുന്നത് ഒരു മിനിറ്റിൽ 15 തവണക്ക് പകരം ചിലപ്പോൾ ഒരു മിനിറ്റിൽ 2-3 തവണയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇത് കണ്ടിന്യൂസ് 1-2 ദിവസം കൊണ്ട് പ്രശ്നം വരില്ല. കണ്ടിന്യൂസ് ഇത് വരികയാണെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് നമ്മൾ അത് തരം എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിസിൻസിനെ ഒപ്പം തന്നെ ഈ അവയർനെസ് കൊടുക്കുക എന്നുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ അതിന് അവർ ബ്ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർ കണ്ണിനെ ഒരു സിസ്റ്റം കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഒരു 2-3 മിനിറ്റ് അവർ ഒന്ന് റെസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ 20-20-20 റൂൾസ് ഉണ്ട്. 20-20-20 റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 20 മിനിറ്റ്സ് കണ്ടിന്യൂസ് സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ്സ് എങ്കിലും 20 ഫീറ്റ് ദൂരത്തേക്ക് നോക്കിയിരിക്കും. അതായത് ഓപ്പൺ ഫീൽഡിൽ നോക്കുക, നമ്മളിങ്ങനെ ദൂരെ അങ്ങ് നോക്കിയിരിക്കുക. അപ്പോൾ 20 മിനിറ്റ് കണ്ടിന്യൂസ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളൊരു പിന്നെ ഒരു 20 അടി ദൂരത്തേക്ക് ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് കണ്ണൊന്ന് റെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പാമിംഗ് എന്ന് പറഞ്ഞ പാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ണടച്ചിരിക്കുക, എൽബോ ഒക്കെ നമ്മൾ പില്ലോ സോഫ്റ്റായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടുക്കും. അങ്ങനെയുള്ള കുറച്ച് മെഷേഴ്സ് അവരോട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോട് നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല, അവരുടെ ജോലിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മാനേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓൾറെഡി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാം. ഈ ഡ്രൈനസ് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കോർണിയ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, ഈ കോർണിയ, നമ്മൾ കറുത്ത ഭാഗം കണ്ടിട്ടില്ലേ ആ കണ്ണിൻ്റെ നടുക്കുള്ള ആ കോർണിയ എന്ന് പറയുന്ന ഭാഗം. ആ കോർണിയ അല്ല കറുത്ത ഭാഗം, ഉള്ളിലുള്ള ഐറിസാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെയറാണ്. അപ്പോൾ അതിൻ്റെ നറിഷ്മെൻറ്റ് നടക്കുന്നത് ഈ ടിയർ ഫിലിമിലൂടെയാണ്. അതിന് ബ്ലഡ് വെസൽസ് ഇല്ല, ഈ കോർണിയക്ക് ബ്ലഡ് വെസൽസ് ഇല്ലാത്തതുകൊണ്ട് നറിഷ്മെൻറ്റ് നടക്കുന്നത് ടിയർ ഫിലിമിലൂടെയാണ്. അപ്പോൾ ഡ്രൈനസ് വന്നു കഴിഞ്ഞാൽ ഈ കോർണിയക്ക് നറിഷ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ കോർണിയയുടെ ചെറിയ ഇറോഷൻസ് വരും, കോർണിയ ഇറോഷൻസ്. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ടുള്ള കാഴ്ചക്കുറവിലേക്ക് നടക്കാം. എന്നാൽ കോർണിയ വൺസ് തകരാറായി കഴിഞ്ഞാൽ പിന്നെ റീജനറേറ്റ് ചെയ്യത്തില്ല. അത് എക്സ്റ്റെൻസീവ് കോർണിയൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ പോകേണ്ടി സർജിക്കൽ മെഷേഴ്സാണ്. അപ്പോൾ ചെറിയ സ്പോട്ട്സൊക്കെ ഈ പിൻ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒപ്പാസിറ്റീസൊക്കെ കണ്ടിന്യൂസ് ഡ്രൈനസ് വരുന്നവരിലേക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആയുർവേദത്തിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് കൊണ്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാതെ നമുക്ക് സഹായിക്കും. ഡ്രൈനസിനെ വളരെയധികം ഇഫക്റ്റീവായി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റാറുണ്ട്. ഓക്കെ. അപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു മെഡിക്കേഷനിലേക്ക് പോകണം. സ്ഥിരമായ എല്ലാം ഒരു കണ്ടിന്യൂസ്, ഇപ്പോൾ ലൈഫ് ലോങ് മെഡിക്കേഷൻസ് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ അത് ഒരു വേറൊരു ജനങ്ങൾ വിചാരിക്കുന്നത് ആയുർവേദത്തിൽ ഒരിക്കൽ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല. ആയുർവേദത്തിൽ അങ്ങനെ ഒരു ഇൻഡെഫിനിറ്റായിട്ട് മെഡിസിൻസ് കഴിക്കാനും പറ്റത്തില്ല. ഇപ്പം ചില പേഷ്യൻസ് വന്നൊക്കെ ചോദിക്കും നമ്മൾ മരുന്ന് അയച്ചു തന്നാൽ മതി, അങ്ങനെ രീതിയിലുള്ള ചികിത്സയല്ല. അപ്പോൾ നമ്മൾ കൃത്യമായ രോഗത്തെ
നോക്കി ഡോക്ടർ നോക്കി ആ അവസ്ഥക്കനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ്. ഓരോരുത്തർക്കും ഓരോ പിന്നെ ഹൈലി പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് അതേ കംപ്ലയിൻറ്റ്സ് വേറൊരു പേഷ്യൻ്റാണ് അതേപോലെ കൊടുക്കാൻ പറ്റണമെന്നില്ല. അവരുടെ വേറെ പല ഫാക്ടേഴ്സ് നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. ആയുർവേദത്തിൽ എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ്റെ അതേപോലെയല്ല സിസ്റ്റം വരുന്നത്. നമ്മളൊരു 10-12 കാര്യങ്ങളുണ്ട്, പേഷ്യൻറ്റിനെ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിന് ചിലപ്പോൾ മെഡിസിൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ അവരുടെ അവസ്ഥക്കനുസരിച്ച് മെഡിസിൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുകയും കുറേ കഴിഞ്ഞ് ഏകദേശം മാനേജ്മെൻ്റ് ആയി കൺട്രോൾഡ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഫുഡിൻ്റെ കാര്യങ്ങളും മറ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യുകയും മെഡിസിൻസ് നിർത്തുകയും ചെയ്യും. അല്ലാതെ കണ്ടിന്യൂസ്ലി മെഡിസിൻസ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ബ്രദറിനൊക്കെ അലർജി ഉണ്ട്. പക്ഷേ അവൻ ആദ്യം വരുന്ന സിംറ്റം കണ്ണ് വല്ലാണ്ട് ചൊറിഞ്ഞിട്ട് ചുവക്കുക എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പൊടിയുള്ള ബെഡിലേക്കൊന്ന് കിടന്നു പോയാൽ പിന്നെ കണ്ണൊക്കെ ചുവന്ന് തടിച്ച് വലിയ ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അലർജിക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണോ? അതെങ്ങനെയാണ്? അത് മാനേജ് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ? എന്താണ് അലർജി എന്ന് പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ ഒരു ഹൈപ്പർ റെസ്പോൺസ് ആണ്, ഒരു ഓൾട്ടേർഡ് റെസ്പോൺസ് എന്ന് പറയും. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള എന്ത് ഫാക്ടേഴ്സ് ഹ്യൂമൻ ബോഡിയിലേക്ക് എൻ്റർ കഴിഞ്ഞാൽ ബോഡിക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവും. ദർ ഇസ് എ നോർമൽ റെസ്പോൺസ് ഉണ്ടാവും, ഒരു ഓൾട്ടേർഡ് ഒരു ഹൈപ്പർ റെസ്പോൺസ് ഉണ്ടാവും. രണ്ട് തരത്തിൽ റെസ്പോൺസ് വരും. ഈ അലർജിക് ഇൻഡിവിജ്വൽസിൽ വരുന്നത് വെച്ചാൽ ഈ ഓൾട്ടേർഡ് ഒരു അബ്നോർമൽ റെസ്പോൺസ് ആണ് വരുന്നത്, ഹൈപ്പർ റെസ്പോൺസ് എന്നൊക്കെ പറയും. അത് പല ഏരിയാസിൽ മാനിഫെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ മൂക്കിനകത്തുള്ള മ്യൂക്കോസ് മെമ്പറിൽ മാനിഫെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ണിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചില ആൾക്കാർ കണ്ണിനാണ് ഇരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിന് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു കറക്ഷനാണ് നടക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഒരു കറക്ഷൻ നടക്കുക. ആ കറക്ഷൻ നടക്കാൻ ഫൈൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ട്യൂണിങ് നടക്കണം അവിടെ. ആ ഫൈൻ ട്യൂണിങ് അത് ഇമ്മ്യൂൺ സിസ്റ്റം നടക്കണം. ആ ഫൈൻ ട്യൂണിങ് ഇമ്മ്യൂൺ സിസ്റ്റം നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻറ്റേർണൽ മെഡിസിൻസ് കൊടുക്കും, കുറച്ച് ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഓൾറെഡി കണ്ണിന് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഐ ഡ്രോപ്സും മറ്റുള്ള കാര്യങ്ങളുണ്ട് കണ്ണിനും കൊടുക്കും. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഡോക്ടർ അങ്ങ് പറയുന്നത് ഇത്രയും സമയം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ആദ്യം ഒരു റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവിടെ മുതൽ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില വലിയ ബുദ്ധിമുട്ടുകൾ മനുഷ്യർ അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ഡയബറ്റിസ് വന്നിട്ട് കാഴ്ചയെ ബാധിക്കുന്നു, തിരിച്ചു കിട്ടാത്ത വിധം പ്രശ്നത്തിലേക്ക് പോകുന്നു. അപ്പം അത്തരം പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരികയാണെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് സാധ്യമാകുന്നത്? ഡയബറ്റിസ് നമുക്കറിയാം ഇപ്പം വളരെയധികം പ്രിവാലൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 33% ആൾക്കാരിൽ ഐദർ പ്രീ ഡയബറ്റിക്കോ ഡയബറ്റിക് ആണെന്നൊക്കെയാണ് പറയുന്നത്. വളരെ ഫാസ്റ്റ്ലി അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡയബറ്റിക്കിൻ്റെ ആ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിപ്പം അതേപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പം വളരെ കൂടുതലാണ്. ഇപ്പോൾ മുൻകാലങ്ങളിൽ ഈ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും പോലുള്ള രോഗങ്ങളൊക്കെ അതിനനുസരിച്ച് ലൈഫ് എക്സ്പെക്റ്റൻസി കുറയായിരുന്നു, ഒരു 10-20 വർഷം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. അവർ വളരെ ലോങ് ആയിട്ട് ലീവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡയബറ്റീസ് വന്ന ആൾക്കാർ 80-90 ഒക്കെ ജീവിക്കാൻ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നതുകൊണ്ട് ഡയബറ്റീസ് ബോഡിക്കകത്തുണ്ടാവും, എപ്പോഴും പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഇന്നിപ്പം കൂടാനുള്ളൊരു കാരണം അതാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഒരു 10 വർഷമൊക്കെ ഡയബറ്റീസ് ഒരു വ്യക്തിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, അതായത് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് ഒരു 3 തരത്തിലുള്ള കോംപ്ലിക്കേഷൻസാണ് സാധാരണ ഡയബറ്റീസിന് വരുന്നത്. ഒന്ന് നമ്മൾ ഈ കണ്ണിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, അത് റെറ്റിനോപ്പതി എന്നാണ് പറയുന്നത്, ഡയബറ്റിക് റെറ്റിനോപ്പതി. രണ്ടാമത് വരുന്നത് നമ്മളെ വൃക്കകളെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി. പിന്നെ നാഡികളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി. 3 കോംപ്ലിക്കേഷൻസാണ് വരുന്നത്. അതിൽ റെറ്റിനോപ്പതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കണ്ണിൻ്റെ കാഴ്ച പോവുകയാണ്. അപ്പോൾ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു കണക്കുകൾ പറയുന്ന ഒരു 30% ആൾക്കാരിൽ ഈ റെറ്റിനോപ്പതി സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? റെറ്റിനോപ്പതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു 30-50-ലേക്കും 50-70-ലേക്കും പോകാം. എന്ന് വെച്ചാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റാർട്ട് ചെയ്യുന്ന ഇമ്മീഡിയറ്റ്ലി കാഴ്ച പോകുമെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ പ്രോഗ്രസീവാണ്. ചില അപൂർവം ആൾക്കാർ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ലാതെ തന്നെ നോർമലി ഒരു ക്വാളിറ്റി ലൈഫ് എഫക്റ്റ് ചെയ്യാതെ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിൽ തന്നെ 2-3 ഘട്ടങ്ങളുണ്ട്. നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ഒന്നും വലിയൊരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസാണ്. ആ സ്റ്റാർട്ടിംഗ് ഫേസിൽ നമുക്ക് ആയുർവേദത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ മെഡിസിൻസും
അതേപോലെ തന്നെ IP ലെവലിലെ ട്രീറ്റ്മെൻറ്റ്സും കൊണ്ട് ഫർദർ പ്രോഗ്രഷൻ ചെയ്യാതെ അത് സ്റ്റേബിളാക്കി കൊണ്ടുപോകാനും വളരെയധികം അത് ഇമ്പ്രൂവ്മെൻ്റ് ലെവലിലേക്ക് തന്നെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പറ്റാറുണ്ട്. ആയുർവേദത്തിൻ്റെതായിട്ടുള്ള കുറേ ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് കൊണ്ട് പറ്റാറുണ്ട് എന്നുള്ളതാണ്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ഡയബറ്റീസിനെ കൂടി നിയന്ത്രിച്ചുകൊണ്ട് ഡയബറ്റീസിനെ കൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ ഡയബറ്റീസിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് എസ്പെഷ്യലി ആ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്യുക, ഏവറേജ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, അതൊക്കെ അണ്ടർ കൺട്രോൾ നിർത്തുക. എന്നിട്ട് ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതോടൊപ്പം തന്നെ കണ്ണിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ ഭയക്കുന്ന ഒരു കണ്ണിൻ്റെ രോഗമാണ് ഈ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണിൻ്റെ പ്രഷർ കൂടുക, അതെ അതെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, അത് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല, ഇതുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ അതിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് വളരെ ചുരുക്കമാണ് എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ശരിക്കും ഗ്ലൂക്കോമയുമായി ആൾക്കാർ വരാറുണ്ടോ? നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ടോ? എന്താണ് ഗ്ലൂക്കോമയുടെ അനവധി പേഷ്യൻസ് വരാറുണ്ട്. ഗ്ലൂക്കോമ എന്ന് പറയുന്നത് നമ്മുടെ തിമിരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാഴ്ചയെ അപഹരിക്കുന്ന ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്ന രോഗമായിട്ടാണ് ഇപ്പം പറയുന്നത്. അതിൽ ആക്ച്വലി പറയുന്ന ഒരു സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അത് ഒരു തരത്തിലുള്ള ഗ്ലൂക്കോമ എന്ന് പറയുന്നത് സൈലൻറ്റ് കില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രോഗിക്ക് കാഴ്ച പോകുന്നത് ഇനീഷ്യലി അറിയണമെന്നില്ല. പ്രത്യേകിച്ചും ഇപ്പം നമുക്കറിയാം രണ്ട് കണ്ണുകൾ. ഇപ്പം നമ്മുടെ കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കണ്ണുകളുണ്ടെങ്കിലും നമ്മൾ ഒരു ഒബ്ജക്റ്റിനെയാണ് കാണുന്നത്. ഇപ്പം രണ്ട് ഒബ്ജക്റ്റ് അല്ലെല്ലാം കാണുന്നത്, രണ്ട് കണ്ണ് നോക്കുമ്പോൾ ഒരു യൂണിയോക്കുലർ വിഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കണ്ണിന് വരുന്ന തകരാറുകൾ മറ്റേ കണ്ണ് മാസ്ക് ചെയ്യും. രണ്ട് കണ്ണും കൊണ്ട് നോക്കുമ്പോൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ അറിയാത്ത പേഷ്യൻസുകളുണ്ട്. ഒരു കണ്ണിന് ചിലപ്പം പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ രണ്ട് കണ്ണിനും വരാം. ചില ആൾക്കാർക്ക് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അനവധി പേഷ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കണ്ണിൻ്റെ കാഴ്ച വളരെയധികം പോവുകയോ അല്ലെ പൂർണ്ണമായ കാഴ്ചക്കുറവിലേക്ക് വരുന്ന അവസ്ഥയിലൊക്കെയാണ് ചിലപ്പോൾ കണ്ടുപിടിക്കുകയും വരികയും ചെയ്യുന്നത്. അപ്പം ഓൾറെഡി മറ്റേ കണ്ണിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പറയാൻ കാരണം വെച്ചാൽ വളരെ പതുക്കെയാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ചും ഗ്ലൂക്കോമ എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്ന് പറയും. ഓപ്പൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആ കണ്ണിനകത്തുള്ള ദ്രാവകം ഡ്രെയിൻ ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ ഒരു സർക്കുലേഷൻ, കണ്ടിന്യൂസ് സർക്കുലേഷനിലാണ് വരുന്നത്. ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ വരികയും അത് മൂവ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സൈക്കിളാണത്. അപ്പോൾ ഈ സൈക്കിളിനകത്ത് നോർമലി എന്തെങ്കിലും തടസ്സങ്ങൾ വരിക, ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ അത് തരത്തിലുള്ള ഗ്ലൂക്കോമയാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ തടസ്സങ്ങളൊന്നുമില്ല, പക്ഷേ സ്റ്റിൽ അതിൻ്റെ ഒരു സ്റ്റാഗ്നേഷൻ. അതിപ്പോൾ നമ്മുടെ ഫ്ലോ കറക്റ്റ് അല്ല, പേസ് കറക്റ്റ് അല്ലെങ്കിൽ ഡ്രെയിനേജിന് പ്രോബ്ലം ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നങ്ങൾ വരാം. ഈ രണ്ടാമത് വരുന്ന ഒരു തടസ്സങ്ങൾ, ഒബ്സ്ട്രക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനായിരിക്കും റിസൾട്ട് വരുന്നത്. അതിൻ്റെ സിംറ്റംസ് വരുന്നത് പെട്ടെന്ന് കണ്ണിന് വേദന വരിക, പെട്ടെന്ന് കാഴ്ച പോവുക, അങ്ങനെയുള്ള അവസ്ഥ, കണ്ണൊക്കെ പെട്ടെന്ന് റെഡാകുക. അതൊക്കെ ഒരു ക്ലോസ്ഡ് ആംഗിൾ ഗ്ലൂക്കോമ എന്ന് പറയും. നമ്മൾ ഈ ഒബ്സ്ട്രക്ഷൻ വരുന്നതാണ്. ഈ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയെ കുറിച്ച് ഞാൻ പറഞ്ഞത് സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത്. അതിലെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഫസ്റ്റ് വരുന്ന ഇനീഷ്യൽ സിംറ്റംസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിൾസിൻ്റെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ആ ലൈറ്റൊക്കെ സ്കാറ്റേഡ് ആകുക, അത് വല്ലാതെ അസ്വസ്ഥതകൾ വരിക. പിന്നെ കുറേ നിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണിന് ഭാരം വരിക, തലവേദന വരിക, കണ്ണിനകത്തിന് വെള്ളം വരിക, അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ. ചിലപ്പോൾ നമ്മൾ ലൈറ്റ് നോക്കുമ്പോഴൊരു റെയിൻബോ മാതിരി മൾട്ടിപ്പിൾ കളേഴ്സായിട്ടൊക്കെ തോന്നുക, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ളൊരു വിഷൻ കിട്ടാതിരിക്കുക. അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ പേഷ്യൻസ് ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, പേഷ്യൻസൊക്കെ ഇഗ്നോർ ചെയ്യും. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് പോയിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഫീൽഡ് കുറയാണ്. നമ്മൾ സൈഡ് വിഷൻ ഉണ്ടല്ലോ, നോർമലി നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ വിഷൻ മാത്രമല്ല, നമ്മളൊരു 90 ഡിഗ്രിയോളം ഈ രണ്ട് ഭാഗത്ത് വിഷൻ കിട്ടണം. 90 ഡിഗ്രി ഇവിടെയും 90 ഡിഗ്രി ഇവിടെയും വരണം. ആ 90 ഡിഗ്രി ഇവിടെയും ഒരു 50-70 മുകളിൽ സുപ്പീരിയർ ഇൻഫീരിയർ, ഈ ഫീൽഡൊക്കെ കറക്റ്റ് ആകുമ്പോഴാണ് നോർമലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സപ്പോസ് സെൻട്രൽ വിഷൻ മാത്രമാണെങ്കിൽ ട്യൂബുലാർ വിഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന അവസ്ഥയുണ്ടല്ലോ, നമുക്ക് ഒരു ഇഞ്ച് പോലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബ്ലൈൻഡ് പേഴ്സണെ പോലെ തന്നെ ആയിരിക്കും ആ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ചാർട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് നോർമൽ റീഡിങ് ആയിരിക്കും, പക്ഷേ അവരെ ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ ഒരു ബ്ലൈൻഡ് പേഴ്സൺ ആയിരിക്കും. നമുക്ക് താഴെയും ടോട്ടലി ഡാർക്കായിരിക്കും, മുകളിലും ഡാർക്കായിരിക്കും, സൈഡും ഡാർക്കായിരിക്കും, സെൻട്രലി മാത്രം വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് വിഷൻ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ താഴെ നിന്ന് സ്റ്റെപ്സൊക്കെ കയറുന്ന സമയത്ത് നോർമലി നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് സ്റ്റെപ്സ് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇത് എയർലി സ്റ്റേജിൽ അവർക്ക് താഴോട്ട് നോക്കണം, സ്റ്റെപ്സ് എവിടെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് അവർ കയറുന്നത്. അങ്ങനെയുള്ള ചില സിംറ്റംസിലേക്കാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം വരുന്ന സമയത്തേക്കും കുറേ ഫീൽഡ് പോയി കഴിഞ്ഞിട്ടുണ്ടാവും.
പിന്നെ ഈ ഗ്ലൂക്കോമയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ചും ഈ നെർവ്സൊക്കെ വൺസ് ഡീജനറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ കനോട്ട് ബി റീജനറേഷൻ എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി അല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ പറയുന്ന ഒരു ഏജ് ഒരു ഇത് പറയുന്നത് 40 എബോവ്. 40 എബോവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒരു വൺസിന് ഇയറെങ്കിലും ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഒരു വേറെ ലക്ഷണം പറയുകയാണെങ്കിൽ 40+ ആയ ആൾക്കാർ നിയർ വിഷൻ ഡിഫിക്കൽറ്റി വരും. അതൊരു രോഗാവസ്ഥയല്ല, അതൊരു ഫിസിയോളജിക്കൽ ഇൻസഫിഷ്യൻസിയാണ്. അത് നമ്മുടെ മറ്റ് പ്രായമാകുമ്പോൾ വരുന്ന മറ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, മാറ്റങ്ങളൊപ്പം തന്നെ കണ്ണിന് വരുന്നൊരു മാറ്റങ്ങളാണ് നമ്മൾ ഈ അടുത്തുള്ള കാഴ്ച കുറച്ച് തകരാറ്. അപ്പോൾ സ്പെക്ടക്കിൾസ് വെക്കുക, നിയർ വിഷൻ്റെ റീഡിംഗ് ഗ്ലാസ് വെക്കുക, അങ്ങനെയുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ചില ആൾക്കാരിൽ ഈ റീഡിംഗ് ഗ്ലാസ് തന്നെ നോർമലി ഒരു റീഡിംഗ് ഗ്ലാസ് നമ്മൾ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നതൊരു 3 to 4 years ഒക്കെ അത് ഓക്കെയാണ്. ഒരു 3 to 4 years ഒക്കെ എടുക്കും. നോർമലി മാക്സിമം 2 to 3 years എങ്കിലും മിനിമം പവർ ചേഞ്ച് ചെയ്യാതെ നിൽക്കും. പക്ഷേ ഈ ഗ്ലൂക്കോമ വന്ന ആൾക്കാരിലേക്ക് ചിലപ്പോൾ എവറി 6 months ഒക്കെ ഇത് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഈ റീഡിംഗ് ഗ്ലാസ്സിൻ്റെ പവർ ഫ്രീക്വൻറ്റ് ചേഞ്ച് ചെയ്യുക 40+. അതൊക്കെ ഒരു പോസിബിൾ ഒരു വാർണിംഗ് സൈനാണ്. ഇത് ഒരു ഗ്ലൂക്കോമ സസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം അതിലേക്കൊന്നും നോക്കാതെ നമ്മളൊരു 40+ ആയി കഴിഞ്ഞാൽ ഒരു റെഗുലർ സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം. എല്ലാം ഏർലി ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് ഫർദർ പ്രോഗ്രഷൻ ഇല്ലാതെ നമ്മൾക്ക് ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത്. അല്ലാതെ നമ്മളൊരു ടോൾ ക്ലെയിംസ് ഒന്നും പറയുന്നില്ല. നിങ്ങളിപ്പം കാഴ്ച പോയത് മുഴുവൻ നെക്സ്റ്റ് മന്തിൽ തിരിച്ചു വരുന്നു അങ്ങനെ രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും പറയാറില്ല. തീരെ ഒരു ഇതില്ലാത്ത ക്ലെയിംസ് ഒന്നും പറയാറില്ല. സയൻറ്റിഫിക്കായിട്ട് എന്താണ് നടക്കാൻ സാധ്യതയുള്ളത് അതാണ് നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാറുള്ളത്.